ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സാധാരണ കുടുംബമാണ് അനിലിൻ്റെയും ശ്രുതിയുടെയും. അനിലിനാണെ കാഴ്ചയില്ല, പക്ഷെ പിന്നീട് ഒരു ദിവസം അനിലിന് കാഴ്ച കിട്ടുകയാണ്. പക്ഷേ അതോടെ ജീവിതം ഫുള്ള് തകരുകയാണ്. അനിലേട്ടാ, പാട്ട് കേട്ടിരുന്നു മതി കേട്ടോ, എണീറ്റ് പോയി കുളിച്ച് എന്നിട്ട് ബാ നമുക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കാം. അപ്പം അനിലാണെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത് ആൾക്ക് കണ്ണിന് കാഴ്ചയില്ല. പക്ഷേ ഗൈസ്, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു, അത് പോട്ടെ. ആളെന്തായാലും തപ്പിത്തടഞ്ഞെണീറ്റ് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. ശ്രുതിയാണെങ്കിൽ ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. അനിലിന് കണ്ണിന് കാഴ്ചയില്ലാത്തതൊന്നും ശ്രുതിക്ക് ഒരു പ്രശ്നമല്ല. ശ്രുതി മീൻകാരൻ വന്നു എന്ന് തോന്നുന്നു. നല്ല മീനാണെങ്കിൽ ഇനി പോയി വാങ്ങിയിട്ട് പോകുന്ന അറിയും. അപ്പോൾ ഇവളാണെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ മീൻകാരനോട് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ മീനൊക്കെ മേടിച്ച് ഉള്ളിലേക്ക് വരും. നല്ല മത്തിയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവൻ പറയും, പൊരിച്ചടിക്കാം. അപ്പോഴത്തേക്കും അനിലിൻ്റെ ഫോൺ ബെല്ലടിക്കും. ശ്രുതിയാണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ടേ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവനാണ് ഫിറോസ് എന്ന് വെച്ചാൽ ഒരു പാട്ടുകാരനാണ്. അനിലിന് പാട്ടിനോട് ഭയങ്കര കമ്പമാണ് കേട്ടോ. ഇവൻ പറയും, എടാ ഞാൻ നാളെ നിന്നെ കാണാൻ വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇവർ 3 പേരും കൂടെ കടൽ തീരത്തോടെ നടക്കുന്നതാണ്. ഫിറോസ്, നീ ഉടനെ പോവുമോ? ഇല്ലടാ, ഞാൻ ഒരാഴ്ച ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈകുന്നേരമായി. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അനിൽ കഥ തുറക്കുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അനിലിനെ കാണാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് സംസാരിക്കും. നിൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എൻ്റെ വൈഫിന് വരാൻ പറ്റില്ല, അവൾക്ക് ജോലിയുണ്ടല്ലോ, അവളാണല്ലോ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. കുഞ്ഞില്ലാത്തതിന് ഡോക്ടറെ കാണാൻ പോകുമെന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്. കാഴ്ച കിട്ടിയാൽ അത് അവൾക്കൊരു വലിയ സർപ്രൈസ് ആകും. ഇതെല്ലാം പറഞ്ഞിട്ട് ഇവർ പോയിട്ടോ. അങ്ങനെ അനിലിൻ്റെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു. കണ്ണിലെ കെട്ടഴിക്കുന്ന ദിവസമാണ്. എൻ്റെ ബാഗ് എവിടെയെന്ന് ചോദിച്ച് ബാഗിൽ നിന്ന് പെട്ടെന്ന് ഒരു കണ്ണാടി ഞാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ സ്വന്തം മുഖം കാണാനായിരിക്കും. അതെടുത്തിട്ട് ഇനി എൻ്റെ കെട്ടഴിച്ചോളാൻ പറഞ്ഞു. ഗൈസ്, അപ്പോൾ നോക്ക് കേട്ടോ, കണ്ണാടിയല്ല, എന്താണെന്ന് വെച്ചാൽ വൈഫിൻ്റെ ഫോട്ടോയാണ്. അത്രയ്ക്ക് സ്നേഹമാണ് വൈഫിനോട്. ആദ്യം തന്നെ സ്വന്തം മുഖം പോലും കാണണ്ട, വൈഫിൻ്റെ മുഖം കണ്ടാൽ മതി എന്ന് പറയും. അങ്ങനെ കാഴ്ച കിട്ടി കേട്ടോ. എല്ലാവർക്കും സന്തോഷമാവും. ഡോക്ടറൊക്കെ കെട്ടിപ്പിടിച്ച് പിന്നെ ഇവരിങ്ങനെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പം വൈഫിൻ്റെ അടുത്ത് പറയണ്ട, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അന്ധനെ പോലെ അഭിനയിച്ച് വീട്ടിൽ കയറും കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ശ്രുതിനെ വിളിക്കും. നിങ്ങൾ വന്നോ? എന്തായി പോയ കാര്യം? എല്ലാം ശരിയാവും. എൻ്റെ കണ്ണിൻ്റെ കാര്യം, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം എല്ലാം ശരിയാകും എന്ന് പറയും. പക്ഷേ ഇത് കേട്ടപ്പോൾ ഇവരുടെ മുഖത്ത് അത്ര സന്തോഷമൊന്നും തോന്നുന്നില്ല കേട്ടോ. അല്ലേട്ടാ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് ഉള്ളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇവനും പുറകെ ശരിയും. ഉള്ളിൽ നോക്കുമ്പോൾ ഫിറോസ് ഉള്ളിലുണ്ട്. അനിൽ 3-4 ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് കോൾ വരും കേട്ടോ. അപ്പോൾ അനിലും കാഴ്ച കിട്ടിയെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവള് ഞെട്ടിയിട്ട് അവനെ തള്ളി മാറ്റും കേട്ടോ. എന്നിട്ട് ഇവനെ നോക്കും. അനിലാണെങ്കിൽ ആകെ തകർന്ന പോലെ നിൽക്കുകയാണ്. ഇവളും ഇങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ, ഇതിങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. അനിലിനാണെങ്കിൽ കാഴ്ച കിട്ടണ്ടെന്ന് വരെ തോന്നി. അല്ലാത്തൊരവസ്ഥയാണ് ഗൈസ്. അങ്ങനെ ഇവനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ ഇവനിങ്ങനെ നടക്കുകയാണ് കേട്ടോ കടൽ തീരത്തോടെ. അപ്പോൾ നമ്മൾ പഴയതൊക്കെ കാണിക്കുകയാണ്. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചതിയാണല്ലേ ചെയ്തത് ഗൈസ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.